മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരിച്ച എടപ്പാൾ സ്വദേശി വിജയന്റെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം തിരിച്ചറിഞ്ഞത് എടപ്പാൾ സ്വദേശിയായിട്ടുള്ള വിജയന്റെ മൃതദേഹമാണ്. 60 വയസ്സാണ് വിജയന്. എടപ്പാൾ സ്വദേശിയാണ്. വിജയന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതോടെ തിരിച്ചറിഞ്ഞ മൃതദേഹം എന്ന് പറയുന്നത് 8 ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് 7 മൃതദേഹങ്ങളാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് 7 മൃതദേഹങ്ങളാണ്. ഇനി തിരിച്ചറിഞ്ഞതിൽ ബിജീഷിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു നൽകാനുള്ളത്. പ്രത്യേകിച്ച് ബിജീഷിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ചെറിയ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നതിനാലാണ് ഈ പോസ്റ്റ്മോർട്ടം വൈകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ മറ്റൊരു ഒരാളുടെ ആണോ എന്നൊരു സംശയവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ആദ്യഘട്ടത്തിൽ അത് ബിജേഷിൻ്റെതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ അതിൽ ചെറിയ സംശയങ്ങളുള്ളതിനാൽ അത് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളുമൊക്കെ നീളുകയാണ്, തിരിച്ചറിയലും കാര്യങ്ങളുമൊക്കെ നീളുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു പൂർണ്ണ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ലഭിച്ചത് 9 മൃതദേഹങ്ങളാണ്. മറ്റുള്ളവ ശരീരഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു 9 മൃതദേഹങ്ങളിൽ ഒരാളുടേത് മാത്രമാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ 2 പേരുടേതാണ് ഇനിയിപ്പോൾ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകാനുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ തിരിച്ചറിയൽ നടപടികളും DNA പരിശോധനകളും അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാവിലെ 7:30 തുടങ്ങിയ തിരിച്ചറിയലും മറ്റ് നടപടികളുമാണ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് അല്പസമയം മുൻപ് ഈ DNA പരിശോധിക്കാൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നും വിദഗ്ധ സംഘം എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിൽ DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനകൾ നടക്കുകയാണ്. ഈ ചിതറിയ ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ച് 26ഓളം ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ശരീരഭാഗങ്ങൾ മാത്രമാണ്, ചിതറിയ നിലയിലുള്ള ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ DNA പരിശോധനയിലൂടെ മാത്രമേ അത് ആരാണ് എന്ന് കണ്ടെത്താനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് ഈ മിസ്സിംഗ് ആണ് എന്ന് കരുതപ്പെടുന്ന പലയിടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ആളുകൾ, വിവിധ ജില്ലകളിൽ നിന്ന് ഈ പടക്ക നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തി DNA സാമ്പിളുകൾ നൽകി മടങ്ങുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മോർച്ചറി പരിസരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. അതായത് തൻ്റെ ഉറ്റവരെ തേടി ഇത്രയധികം ആളുകൾ, ബന്ധുക്കൾ എത്തുന്നു. ചിലരുടേത് അത് തിരിച്ചറിയുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും മറ്റു ചിലരുടേത് തിരിച്ചറിയാനാവാതെ എവിടെയാണ് അറിയാതെ ഇതിൽ ശരീരഭാഗങ്ങളുണ്ടോ എന്ന് പോലും അറിയാതെ ചിലർ കാത്തിരിക്കുന്ന കാഴ്ച, DNA സാമ്പിളുകൾ കൊടുത്ത് കാത്തിരിക്കുന്ന അത്രയധികം ദയനീയമായ കാഴ്ച തന്നെയാണ് ഇപ്പോഴും മോർച്ചറിക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർ രാവിലെ മുതലുള്ള കാത്തിരിപ്പാണ്. ഈ DNA പരിശോധനയുടെ ഫലവും ഒക്കെ കാത്തിരിപ്പാണ്. ഈ സാമ്പിളുകൾ കൊടുത്ത് അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് പേർ ഈ പറഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ ആളുകൾ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി അവർ മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ മറ്റ് തിരിച്ചറിയലിനുള്ള, അതായത് ഒരാളെ കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ 9 പേരിൽ ഒരാളെ കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബിജീഷിൻ്റെ മൃതദേഹത്തിൽ അത് ചെറിയൊരു സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനാൽ അതിൻ്റെ കാര്യം കൂടി അതുകൂടി സംശയങ്ങൾ കൂടി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൂടി, അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടിയാണ് നടക്കുന്നത്. എന്തായാലും വലിയ വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് ഈ മോർച്ചറി പരിസരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രാത്രി മുഴുവൻ ഇവിടെ കാത്തിരുന്ന് തങ്ങളുടെ ഉറ്റവരെ കാണാനായി അല്ലെങ്കിൽ ഉറ്റവരെ തിരിച്ചറിയാനായി രാത്രി മുഴുവൻ ഉറക്കമൊളിച്ച് ഇവിടെ കാത്തിരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ വന്നപ്പോൾ, രാവിലെ 5:30 വന്നപ്പോൾ ഈ ഒരു മോർച്ചറി പരിസരത്ത് ഇങ്ങനെ കാത്തിരുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അവരുടെ വിഷമങ്ങൾ കേട്ടു എന്നുള്ളതാണ്. അത്യധികം ദയനീയമായ കാഴ്ചയാണ് മോർച്ചറി പരിസരത്ത് നിന്ന് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.